السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. الصلاة والسلام على خاتم الأنبياء والمرسلين نبينا الحبيب محمد وعلى آله وصحبه أجمعين أما بعد. വേദിയിലെയും സദസ്സിലെയും ബഹുമാന്യരായ വ്യക്തിത്വങ്ങളെ, നേതാക്കന്മാരെ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വളരെ പ്രസക്തമായ ഒരു പ്രമേയം ചർച്ച ചെയ്യുകയാണ് ഇന്ന്. യുവജന വിദ്യാർത്ഥി സൗഹൃദ സമ്മേളനം. യുവതയുടെ കരുത്ത് ധാർമ്മികതയുടെ വീണ്ടെടുപ്പിന് എന്ന കാലിക പ്രസക്തമായ ഒരു വിഷയത്തെ നമ്മൾ സംവദിക്കുവാൻ എടുത്തിരിക്കുകയാണ്. അത് കേൾക്കുമ്പോൾ തന്നെ വിഷയത്തിൻ്റെ പ്രസക്തി നമ്മുടെ സമൂഹത്തിൻ്റെ വർത്തമാനകാല സാഹചര്യങ്ങൾ വിലയിരുത്തുന്ന ആർക്കും മനസ്സിലാക്കാൻ എളുപ്പമുള്ള കാര്യമാണ്. നമ്മുടെ രാജ്യത്ത് യുവജനങ്ങളെ പോസിറ്റീവായിക്കൊണ്ട് അവരുടെ എനർജിയെ ഉപയോഗിക്കുന്നതിനേക്കാൾ അധികമായി നെഗറ്റീവായ ഏരിയകളിൽ യുവജന വിദ്യാർത്ഥി വിഭാഗങ്ങളുടെ ഊർജത്തെയും സമയത്തെയും പ്രവർത്തനത്തെയും വളരെ ആസൂത്രിതമായി വ്യവസ്ഥാപിതമായി ഉപയോഗപ്പെടുത്തപ്പെടുന്ന സാമൂഹിക സാഹചര്യമാണ് നിലനിൽക്കുന്നത്. നമ്മുടെ രാജ്യത്തിൻ്റെ അവസ്ഥ തന്നെ നമ്മൾ പരിശോധിക്കുക. ലോകത്തിലേക്ക് തിരിയുന്നതിന് മുമ്പ് എന്താണ് നമ്മുടെ രാജ്യത്തിൻ്റെ സാമൂഹികാന്തരീക്ഷം എന്നത് നമ്മൾ പരിശോധിക്കുക. വ്യത്യസ്ത രൂപങ്ങളിൽ യുവജന വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളുടെ അഥവാ യുവജനതയുടെ ഊർജവും പ്രവർത്തനവും വളരെ ആസൂത്രിതമായി നെഗറ്റീവായ തലങ്ങളിൽ ഉപയോഗപ്പെടുത്തുവാൻ പരിശ്രമിക്കപ്പെടുകയാണ്. ഇന്ന് നമ്മുടെ രാജ്യം നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധികൾ, വിശേഷിച്ച് യുവജനതയുടെ സാമൂഹിക ജീവിതവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നേരിട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ പ്രതിസന്ധികളെ നമുക്ക് മൂന്നായി തരംതിരിക്കാം. എത്ര വേണമെങ്കിലും നമുക്ക് വിശദീകരിക്കാം, ഏതെല്ലാം രൂപത്തിൽ തരംതിരിക്കാം. പക്ഷേ അടിസ്ഥാനപരമായി പരിഹാരം കാണണമെങ്കിൽ നമ്മൾ മുന്നോട്ട് വെക്കേണ്ടതും ചർച്ച ചെയ്യേണ്ടതും ഇഴകേറി പരിശോധിക്കേണ്ടതുമായ വിഷയങ്ങൾ അത് മൂന്ന് തലത്തിൽ നിന്ന് നമുക്ക് നോക്കിക്കാണാവുന്നതാണ്. ഒന്നാമത്തേത്, നമ്മുടെ രാജ്യത്ത് വർദ്ധിച്ചു വരുന്ന വിഭജന രാഷ്ട്രീയത്തിൻ്റെ പ്രചരണമാണ്. നമുക്കറിയാം, കഴിഞ്ഞ കാലഘട്ടങ്ങളിലുള്ള സാമൂഹികാന്തരീക്ഷമല്ല ഇന്ന് നിലകൊള്ളുന്നത്. നമ്മുടെ രാജ്യത്ത് അനുദിനം മതവിഭാഗങ്ങൾക്കിടയിൽ സാമൂഹികമായ വേർതിരിവുണ്ടാക്കി രാഷ്ട്രീയ ലാഭം കൊയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള സുശക്തമായ പദ്ധതികൾ വ്യവസ്ഥാപിതമായി ആസൂത്രണം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന സാമൂഹികാന്തരീക്ഷം മലീമസമാക്കിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തികൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ഓരോ പ്രദേശങ്ങളിലും ഓരോ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ പരിശോധിക്കുമ്പോൾ വെറുപ്പിന്റെ രാഷ്ട്രീയം ജനങ്ങൾക്കിടയിലേക്ക് വ്യാപിപ്പിച്ചുകൊണ്ട് അവരെ തട്ടുതിരിച്ച് അവരെ തമ്മിൽ തിരിച്ച് തങ്ങളുടെ രാഷ്ട്രീയമായ ലക്ഷ്യങ്ങൾ നേടാനുള്ള പ്രവർത്തപഥത്തിലേക്ക് ഈ രാജ്യത്തിന്റെ രാഷ്ട്രീയ കക്ഷികൾ പോലും മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇത് വലിയ പ്രശ്നമാണ് ഈ രാജ്യത്തുണ്ടാക്കാൻ പോകുന്നത്. താൽക്കാലികമായ ലാഭത്തിനു വേണ്ടി ഈ വെറുപ്പിന്റെ കച്ചവടത്തിന് നമ്മൾ നിശബ്ദമായി നോക്കി നിന്നാൽ ഈ രാജ്യമാണ് വില കൊടുക്കാൻ പോകുന്നത്. ഈ രാജ്യത്തിന്റെ സാമൂഹികാന്തരീക്ഷമാണ് മലീമസപ്പെടാൻ പോകുന്നത്. ഈ തിരിച്ചറിവ് ഇസ്ലാഹി യുവതയ്ക്കുണ്ട്. അതുകൊണ്ടാണ് ഇസ്ലാഹി യുവജന പ്രസ്ഥാനങ്ങൾ
അതിൻ്റെ പരിപാടികൾ, പ്രോഗ്രാമുകൾ, സമ്മേളനങ്ങൾ ഇതെല്ലാം സംഘടിപ്പിക്കുമ്പോൾ അതിൻ്റെ പ്രധാനപ്പെട്ട അജണ്ടയായി വിഭജന രാഷ്ട്രീയമെന്ന ഇന്ത്യ നേരിട്ടുകൊണ്ടിരിക്കുന്ന വർത്തമാനകാല സാഹചര്യത്തിലെ ഈ വലിയ അഭിശപ്തമായ പ്രതിസന്ധിയെപ്പറ്റി നിരന്തരമായി ഇസ്ലാഹി പ്രസ്ഥാനം സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ രാജ്യത്തെ ദളിതന്റെയും മുസ്ലിം ന്യൂനപക്ഷത്തിന്റെയും മറ്റിതര ന്യൂനപക്ഷങ്ങളുടെയും ജീവിതത്തെപ്പറ്റി നമ്മൾ ആലോചിച്ചു നോക്കുക. ഓരോ ദിവസങ്ങളിലും ഓരോ സന്ദർഭങ്ങളിലും ഭയത്തിന്റെ ഭീതിയിലാണവർ, ഭയത്തിന്റെ പിടിയിലാണവർ. അവരെ സംബന്ധിച്ച് സമാധാനാന്തരീക്ഷം ഓരോന്നോരോന്നായി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. തങ്ങളുടെ അസ്തിത്വ പ്രതിസന്ധി അതിരൂക്ഷമായി ഈ രാജ്യത്തെ ദളിതുകളും മുസ്ലിമീങ്ങളും അനുഭവിക്കുന്നത് ഈ വർത്തമാനകാല ഇന്ത്യയിലാണ് എന്ന് ഇന്ത്യയുടെ സാമൂഹിക സാഹചര്യങ്ങളെ പഠിക്കുന്ന ആർക്കും പറഞ്ഞു കൊടുക്കേണ്ടതില്ല. ഉത്തരേന്ത്യയിൽ മാത്രം നമ്മൾ കണ്ടിരുന്ന, ഉത്തരേന്ത്യയിൽ മാത്രം ചർച്ച ചെയ്യപ്പെട്ടിരുന്ന ഈ പറയുന്ന ദളിത് മുസ്ലിം വിരുദ്ധത കേരളത്തിലേക്ക് കൂടി വ്യാപിച്ചിരിക്കുകയാണ്. ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും അധികം ഫോബിക്കായിട്ടുള്ള സമൂഹം ഏതാണ് എന്ന് ചോദിച്ചാൽ കേരളമാണ് എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ലാത്ത വിധത്തിലാണ് കേരളത്തിൻ്റെ മുന്നോട്ടുള്ള പോക്ക്. ഇവിടെ ചർച്ച ചെയ്യണം, ഇവിടെ സംസാരിക്കണം. ഇവിടെ സംസാരിക്കുന്ന രാഷ്ട്രീയ സാമൂഹിക പ്രസ്ഥാനങ്ങളുടെ പ്രതിനിധികൾ വളരെ ഗൗരവത്തിൽ തന്നെയാണ് ഈ വിഷയത്തെ കാണുന്നത് എന്ന് ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ യുവജന പ്രസ്ഥാനങ്ങൾക്കറിയാം. പക്ഷേ നിരന്തരമായ ഓർമ്മപ്പെടുത്തലുകൾ, നിരന്തരമായ പ്രതിരോധങ്ങൾ, നിരന്തരമായ ജനാധിപത്യ പ്രതിരോധങ്ങൾ ആവർത്തിച്ച് മതനിരപേക്ഷ പക്ഷത്തു നിന്ന് ഉണ്ടായെങ്കിൽ മാത്രമാണ് ഫാഷിസം എന്ന് പറയുന്ന ഈ വെറുപ്പിന്റെ രാഷ്ട്രീയം ഇന്ത്യയിൽ നിന്ന് മാറ്റി നിർത്താൻ സാധിക്കുകയുള്ളൂ. ഇന്ത്യയിലെ ജനങ്ങളെ സംബന്ധിച്ച് അവർ ഊണിലും ഉറക്കത്തിലും മതത്തെപ്പറ്റിയാണ് സംസാരിക്കുന്നത്. മതത്തെപ്പറ്റി പോസിറ്റീവായല്ല സംസാരിക്കുന്നത്, മറിച്ച് ഒരു ജനതയ്ക്ക് സംസാരിക്കാവുന്ന ഏറ്റവും നെഗറ്റീവായ രൂപത്തിൽ പരമത വിദ്വേഷം, അപരനോടുള്ള വിദ്വേഷം ഹൃദയങ്ങളിൽ പേറിക്കൊണ്ട് നമ്മുടെ രാജ്യത്തിൻ്റെ സാമൂഹികാന്തരീക്ഷങ്ങളിൽ വീണ്ടും വീണ്ടും വർഗീയതയും വെറുപ്പും ഉൽപ്പാദിപ്പിച്ചു കൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ സാഹചര്യം നിലനിൽക്കുകയാണ്. ഈ രാഷ്ട്രീയ സാഹചര്യത്തെ അഡ്രസ് ചെയ്യാതിരിക്കാൻ സാധ്യമല്ല. കേരളത്തിൽ പ്രവർത്തിക്കുന്ന മതസംഘടനയായാലും കേരളത്തിൽ പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക സംഘടനകൾക്കൊന്നും ഈ വിഷയത്തെ അഡ്രസ് ചെയ്യാതിരിക്കാൻ സാധ്യമല്ല. കാരണം ഇത് രാജ്യത്തിൻ്റെ അധപതനത്തിൻ്റെ അടിക്കുറിപ്പാണ് എന്നത് നമ്മൾ മനസ്സിലാക്കണം. ഇതിങ്ങനെ മുന്നോട്ട് പോയാൽ, ഇത് നിരന്തരമായി ഇങ്ങനെ മുന്നോട്ട് പോയാൽ ഒരു ജനവിഭാഗം ഇവിടെ നിന്ന് തുടച്ചു നീക്കപ്പെടുമെന്നും തങ്ങൾ ആഗ്രഹിക്കുന്ന സങ്കുചിതമായ തീവ്രമായ രാഷ്ട്രീയാന്തരീക്ഷം ഇന്ത്യയിൽ പടുത്തുയർക്കാമെന്നും വ്യാമോഹിക്കുന്ന ആളുകൾക്ക് വർത്തമാനകാല രാഷ്ട്രീയ സാമൂഹിക സാഹചര്യങ്ങൾ അവർക്ക് മറുപടി നൽകും. നിങ്ങൾ നോക്കൂ, നമ്മളെല്ലാം തന്നെ വീക്ഷിക്കുന്ന കാര്യങ്ങൾ. ഈ രാജ്യത്ത് ഒരു ജനതയെ ഇങ്ങനെ അടിച്ചമർത്തി ഇല്ലാതാക്കാൻ സാധ്യമല്ല. ലോകത്തൊരു ജനതയും പോയിട്ടില്ല, ലോകത്തൊരു ജനതയും നശിച്ചു പോയിട്ടില്ല. ഏറ്റവും ദുർബലമായ സംഘമെന്ന് ഫലസ്തീനികളെ പറ്റി നമ്മൾ പറയുമ്പോഴും ചെറുത്തുനിൽപ്പിന്റെ രാഷ്ട്രീയം ഇസ്രായേലിന് അവരെ തോൽപ്പിക്കാൻ സാധ്യമായിട്ടില്ല. ഇപ്പോഴും പോരാട്ടം തുടർന്നുകൊണ്ടിരിക്കുന്നു. ആ രാജ്യത്തിന്റെ അവസ്ഥ എന്താണ്? സ്വപ്നങ്ങളില്ല. അവിടെ ജീവിക്കുന്ന മനുഷ്യന്മാർക്ക് നാളുകളില്ല, നാളുകളെപ്പറ്റി പ്രതീക്ഷകളില്ല. സാമൂഹികാന്തരീക്ഷം തകർന്ന് ചാറുമാറായിക്കൊണ്ടിരിക്കുകയാണ്. ഈ അവസ്ഥയാണ് ഈ ഭാരതത്തിലും സംഭവിക്കാൻ പോകുന്നത്. ഒരു ജനവിഭാഗത്തെ നിരന്തരമായി മാറ്റി നിർത്തി, ഒരു ജനവിഭാഗത്തിനോട് ഡിസ്ക്രിമിനേഷൻ പ്രഖ്യാപിച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ അത് എന്നും വിജയിക്കും എന്ന് ആർക്കും വ്യാമോഹിക്കാൻ സാധ്യമല്ല. കാരണം ചെറുത്തുനിൽപ്പുകൾ ജനാധിപത്യത്തിൻ്റെയും മതനിരപേക്ഷതയുടെയും ഭാഷകൾ മാറ്റിവെച്ച് കലഹത്തിൻ്റെയും കലാപത്തിൻ്റെയും
പ്രതിരോധ മാർഗങ്ങളിലേക്ക് അത് മാറുമെന്നതാണ് വർത്തമാനകാല ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നത്. മഹ്മൂദ് ഹംദാനിയുടെ ഗുഡ് മുസ്ലിം ബാഡ് മുസ്ലിം എന്ന് പറയുന്ന പുസ്തകം നമ്മുടെ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. ലോകത്ത് ചെറുത്തുനിൽപ്പ് സംഘങ്ങൾ ഏതെല്ലാം ഘട്ടങ്ങളിൽ ഏതെല്ലാം രൂപങ്ങളിലാണ് പ്രതിരോധിച്ചത്, ആ പ്രതിരോധങ്ങൾ ഓരോ രാജ്യങ്ങളുടെയും സാമൂഹികാന്തരീക്ഷങ്ങളിൽ രണ്ട് പക്ഷത്ത് നിൽക്കുന്നവരെയും എങ്ങനെയാണ് ബാധിച്ചത്. ഒരു പക്ഷമെന്നും ഈ വീർപ്പുമുട്ടലുകൾ അനുഭവിക്കാൻ, ഈ പീഡനങ്ങൾ അനുഭവിക്കാൻ, മറുപക്ഷം ലാഭം കൊയ്യാൻ എന്ന് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് വന്നിട്ടുള്ള ഈ അതിക്രമങ്ങൾ രണ്ട് പക്ഷത്തിനും ലാഭമില്ല, രണ്ട് പക്ഷത്തിനും കണ്ണീര് മാത്രം, രാജ്യത്തിന് നാശം മാത്രം വിതച്ചതിന്റെ ചരിത്രം വായിക്കണമെങ്കിൽ മഹ്മൂദ് ഹംദാനിയുടെ ഗുഡ് മുസ്ലിം ബാഡ് മുസ്ലിം എന്ന് പറയുന്ന പുസ്തകം നമ്മൾ വായിച്ചു കൊണ്ടിരിക്കണം. ഞാൻ പറഞ്ഞു വരുന്നത് ഇതാണ്. ഈ രാജ്യത്ത് യുവജന പ്രസ്ഥാനം എന്ന നിലയിൽ ISM-ഉം MSM-ഉം ഈ രാജ്യത്ത് അഡ്രസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ വിഷയം സംസാരിച്ചു കൊണ്ടിരിക്കണം, ആളുകളെ ഉത്ബോധിപ്പിച്ചു കൊണ്ടിരിക്കണം, നിരന്തരമായി ഇത് സമൂഹത്തെ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കണം. ഒരൊറ്റ മനുഷ്യനെ പോലെ ഇന്ത്യയിലെ ഹിന്ദുവും മുസ്ലിമും ക്രൈസ്തവനും ഒരുമിച്ച് നിൽക്കുന്ന മതസൗഹാർദ്ദത്തിന്റെ അന്തരീക്ഷം പണിയുവാൻ ഇസ്ലാഹി പ്രസ്ഥാനത്തെ പോലെ ഈ രാജ്യത്തുള്ള യുവജന പ്രസ്ഥാനങ്ങൾക്ക്, വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾക്ക് അതിൻ്റെ ബാധ്യതയുണ്ട് എന്ന് അവരെ നിരന്തരം ഓർമ്മപ്പെടുത്തുകയാണ് ഇത്തരം സമ്മേളനം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇനി രണ്ടാമത്തെ പ്രശ്നം എന്താ? ഒരു തലത്തിൽ വർഗീയതയും വിഭജന രാഷ്ട്രീയവും വെറുപ്പിന്റെ കച്ചവടവും രാജ്യത്തിന്റെ സന്തുലിതാവസ്ഥ തെറ്റിക്കുകയും പൗരന്മാർക്കിടയിൽ സ്വസ്ഥവും സ്വൈര്യവുമായ ജീവിത പ്രതീക്ഷകൾ തല്ലിത്തകർക്കുകയും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മറുപക്ഷത്ത് നവലിബറൽ അരാജകവാദം മനുഷ്യനെ ധാർമ്മിക വിരുദ്ധതയിലേക്ക് കൈപിടിച്ചു വലിക്കുകയാണ്. കേരളത്തിൽ തന്നെ ചില വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളുണ്ട്. ആ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളുടെ ആശയ അടിത്തറകൾക്ക് ഒരിക്കലും സ്വീകാര്യമല്ലാത്ത ലിബറലിസം നെഞ്ചിലേറ്റി തലയിലേറ്റി നടക്കുന്ന ചില വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളെ കാണാം. വാസ്തവത്തിൽ ലിബറലിസത്തിനെതിരെ തങ്ങളുടെ പ്രത്യയശാസ്ത്ര അടിത്തറകളിൽ നിന്നുകൊണ്ട് പ്രതിരോധിക്കാൻ ബാധ്യതപ്പെട്ടവർ സ്വന്തം പ്രത്യയശാസ്ത്ര അടിത്തറ എന്താണ് എന്ന്, ഐഡിയോളജിക്കൽ ബേസ്മെന്റ് എന്താണ് എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത വിധത്തിൽ കേരളത്തിലെ പ്രബലമായ വിദ്യാർത്ഥി സംഘടനകളെ പോലും ഈ പറയുന്ന നവലിബറൽ അരാജകവാദികൾ ഹൈജാക്ക് ചെയ്യുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. LGBTQ വിപ്ലവം എന്ന് പറയുന്നത് കേരളത്തിൽ ഒരു വലിയ മഹാവിപ്ലവം പോലെ ചർച്ച ചെയ്യപ്പെടുകയാണ്. എന്താ LGBTQ വിപ്ലവം എന്ന് പറയുന്നത്? നമ്മൾ ആദ്യം കേട്ടത് ലെസ്ബിയനെ പറ്റിയാണ്. പെണ്ണും അവരുടെ ലൈംഗികാനുഭവങ്ങൾ പങ്കുവെക്കുന്ന പിന്നെ ജീവിതക്രമം നമ്മളെ ഈ പറയുന്ന നവലിബറൽ അരാജകവാദികൾ പഠിപ്പിച്ചു. അതോടൊപ്പം തന്നെ G എന്ന് പറയുന്ന ഗേ സെക്സിനെ പറ്റി പഠിപ്പിച്ചു, പുരുഷ സവർഗ പ്രണയത്തെപ്പറ്റി. പിന്നെ അവർ വന്നു B എന്ന് പറയുന്ന ബൈസെക്ഷനെ പറ്റി പഠിപ്പിക്കാൻ. ആണിനോടും പെണ്ണിനോടും ഒരുപോലെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ കഴിയുന്ന പിന്നെ മനുഷ്യരെ പറ്റി പഠിപ്പിച്ചു കൊടുക്കുന്ന T വന്നു ട്രാൻസ്ജെൻഡറിനെ പറ്റി. ചർച്ചകളെല്ലാം നടന്നത് ട്രാൻസ്ജെൻഡർ എന്ന് പറയുന്ന ഒരു വിഭാഗത്തെ പരിചയാക്കി മുന്നിൽ നിർത്തിയിട്ടാണ്. ട്രാൻസ്ജെൻഡർ എന്ന് പറയുന്ന വിഭാഗം സത്യമാണ്, അവർക്ക് പ്രതിസന്ധികളുണ്ട്, അവർക്ക് പ്രയാസങ്ങളുണ്ട്. ഒരു മനുഷ്യൻ എന്ന നിലയിൽ അവരുടെ പ്രതിസന്ധികളെ എല്ലാവരും അഡ്രസ് ചെയ്യേണ്ടതാണ്, അതിനെ ഏറ്റെടുക്കേണ്ടതാണ്. പക്ഷേ അവരെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഹ്യൂമാനിറ്റിയെ കുറിച്ച് സംസാരിച്ചുകൊണ്ട് മനുഷ്യാവകാശത്തെ പറ്റി പ്രസ്താവിച്ചുകൊണ്ട് LGB എന്ന് പറയുന്ന യാതൊരു ശാസ്ത്രീയ അടിത്തറയില്ലാത്ത ഈ സെക്ഷൽ ബന്ധങ്ങളെ പറ്റി നമ്മുടെ സമൂഹത്തിനിടയിലേക്ക് ഈ ലിബറൽ ചിന്തകൾ കൊണ്ടുവന്നു. ഇനിയോ Q ഉണ്ട്. LGBTQ എന്താ? ക്യൂർ എന്നാണ് പറയുക. ഇനിയും അടയാളപ്പെടുത്തിയിട്ടില്ലാത്ത ലൈംഗിക വൈവിധ്യങ്ങൾ കൂടി ഹ്യൂമൻ റൈറ്റ്സിലേക്ക് കൊണ്ടുവരണം എന്ന ചിന്ത വ്യാപിക്കപ്പെടുകയാണ്. യൂറോപ്പിന്റെ ഗതികേടിനെ പറ്റി, യൂറോപ്പ് വർത്തമാന കാലത്ത് അനുഭവിക്കുന്ന ഗതികേടിനെ പറ്റി നമ്മളൊന്ന് പഠിച്ചു നോക്കണം. യൂറോപ്പ് ഇന്ന് കുടുംബം എന്ന് പറയുന്ന ആ സ്ഥാപനത്തെ പടുത്തുയർത്തുന്നതിനു വേണ്ടി, കുടുംബം എന്ന് പറയുന്ന സംസ്കാരത്തെ നിലനിർത്തുന്നതിനു വേണ്ടി
സമൂഹത്തിൽ ആളുകളെ ബോധവൽക്കരിക്കുന്ന ഗതികേടിലാണ്. വിശാലമായ ലൈംഗിക കാഴ്ചപ്പാട് എന്ന് പറഞ്ഞ് ഈ പറയുന്ന സമൂഹങ്ങളിലേക്ക് കടന്നു വന്ന ഈ ലിബറൽ വാദികൾ അവർ ചെയ്തു വച്ചത് കുടുംബമെന്ന് പറയുന്ന സംവിധാനത്തെ തകർക്കുകയായിരുന്നു. ആ കുടുംബമെന്ന സംവിധാനം തകർന്നപ്പോ അവർ അനുഭവിച്ച പ്രശ്നം എന്താണ്? യുവതലമുറകൾ നശിച്ചുപോയി. യുവതലമുറകൾ ആളുകളുടെ ലൈംഗികമായ താല്പര്യത്തിന് ഇരകളാക്കി തീർക്കപ്പെടുന്ന സാഹചര്യമുണ്ടായി. ഈ അന്തരീക്ഷം കേരളത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ഈ പ്രദേശങ്ങളിൽ, നമ്മുടെ രാജ്യത്ത്, നമ്മുടെ സമൂഹത്തിനിടയിൽ ഇത്തരം വാദങ്ങൾ വലിയ പുതിയ കാല പുരോഗമന കാഴ്ചപ്പാടാണ് എന്ന രൂപത്തിൽ അവതരിപ്പിക്കപ്പെടുന്ന സാമൂഹിക അന്തരീക്ഷം നിലനിൽക്കുകയാണ്. നിങ്ങൾക്കറിയുമോ, കേരളത്തിൽ പ്രസിദ്ധമായി എന്ന് അവർ വിശേഷിപ്പിക്കുന്ന കുപ്രസിദ്ധമായി തീർന്ന വലിയ യുക്തിവാദി സമ്മേളനത്തിൽ, കേരളത്തിലാണ് ഞാൻ പറയുന്നത്, കേരളത്തിലാണ്, യൂറോപ്പിലല്ല, കേരളത്തിലാണ്. കേരളത്തിൽ നടന്ന യുക്തിവാദികളുടെ സമ്മേളനത്തിൽ അവിടെ സബ്മിറ്റ് ചെയ്യപ്പെട്ട ഒരു പ്രബന്ധം, അവിടെ ചർച്ച ചെയ്യപ്പെട്ട ഒരു പ്രഭാഷണം ഇൻസെസ്റ്റിനെ പറ്റിയിട്ടായിരുന്നു. എന്താ ഇൻസെസ്റ്റ് എന്ന് പറഞ്ഞാൽ? ഇൻസെസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആലോചിച്ച് നോക്ക്. ഇൻസെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് കസിനുമായിട്ടുള്ള ലൈംഗിക ബന്ധം. അത് പാപമല്ല, അത് മനുഷ്യന്റെ റൈറ്റ്സ് ആണ്. ആവശ്യമുള്ളവർക്ക് അനുവദിക്കേണ്ട, സമൂഹം തടയാൻ പാടില്ലാത്ത, രാജ്യം തടയാൻ പാടില്ലാത്ത, നിയമങ്ങൾ തടയാൻ പാടില്ലാത്ത ഒന്നാണ് ഇൻസെസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ പ്രബന്ധം അവതരിപ്പിക്കപ്പെട്ടു. കേരളത്തിലാണ്, മലയാളത്തിലാണ് വിഷയമുണ്ടായത്. ആരാ ഫസ്റ്റ് കസിൻ എന്ന് പറഞ്ഞാൽ? ഉമ്മയും മകനും, അമ്മയും മകനും, പിതാവും മകളും, സഹോദരീ സഹോദരന്മാർ തമ്മിലുള്ള ലൈംഗിക ബന്ധത്തെ തടയാനോ തടുക്കാനോ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഈ മലയാള മണ്ണിൽ ഇത്തരമൊരു പ്രബന്ധം നടന്നു, വിമർശനമുണ്ടായി. തൽക്കാലം യുക്തിവാദികളുടെ സൈറ്റിൽ നിന്ന് ആ പ്രബന്ധം പിൻവലിക്കുകയാണ് ഉണ്ടായത്, ആ ക്ലാസ് പിൻവലിക്കുകയാണ് ഉണ്ടായത്. കാരണം എന്താ? കാരണം ഇത് വിശദീകരിച്ചാൽ മനസ്സിലാക്കാൻ പറ്റുന്ന സാംസ്കാരിക വളർച്ച കേരളത്തിലെ പൊതുസമൂഹത്തിനുണ്ടായിട്ടില്ല. ആ സമൂഹം ആ വ്യവസ്ഥയും വളർച്ചയും ഉണ്ടാക്കിയെടുത്തതിന് ശേഷം അവരെ ഇത് പഠിപ്പിക്കാം. ഇപ്പൊ പഠിപ്പിച്ചാൽ ആളുകൾ തെറ്റിദ്ധരിക്കും. എന്താ പഠിപ്പിക്കേണ്ടത്? അമ്മയും മകനും തമ്മിലുള്ള ലൈംഗിക ബന്ധമെന്ന് പറയുന്നത്, ഇൻസെസ്റ്റ് എന്ന് പറയുന്നത് ഒരു ഹ്യൂമൻ റൈറ്റ്സ് ആണ് എന്ന് സമൂഹത്തെ പഠിപ്പിക്കണമെന്ന നിലക്കുള്ള ചിന്താഗതികൾ പരസ്യമായി പ്രസ്താവിക്കപ്പെട്ടു. എന്തിനാണ് യുക്തിവാദികൾ റസൂലുള്ളാഹിയെ തെറി വിളിക്കുന്നത്? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? എന്തിനാണ് യുക്തിവാദികൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ തെറി വിളിക്കുന്നത്, യേശുവിനെ തെറി വിളിക്കുന്നത്, ശ്രീരാമനെ തെറി വിളിക്കുന്നത്? കാരണം അവരെല്ലാം റോൾ മോഡൽസ് ആണ്. മാനവ സമൂഹത്തിനുള്ള, മനുഷ്യ സമൂഹത്തിനുള്ള റോൾ മോഡൽസുകളാണ്. ആ റോൾ മോഡൽസുകളാണ് നമ്മുടെ മനസ്സിൽ വ്യഭിചരിക്കരുത് എന്ന് പഠിപ്പിച്ചത്. മുഹമ്മദ് നബിയാണ് നമ്മുടെ മനസ്സിൽ ലൈംഗികമായ അരാജകത്വങ്ങളിലേക്ക് പോകരുതെന്ന് പഠിപ്പിച്ചത്. മുഹമ്മദ് നബിയാണ് മദ്യപിക്കരുതെന്ന് പഠിപ്പിച്ചത്. മുഹമ്മദ് നബിയാണ് നീ കള്ളം പറയരുതെന്ന് പഠിപ്പിച്ചത്. മുഹമ്മദ് നബിയാണ് നീ അരാജകവാദിയാകരുത് എന്ന് പഠിപ്പിച്ചത്. നീ മോശപ്പെട്ടവനായി ജീവിക്കരുത് എന്ന് പഠിപ്പിച്ചത്. ആ മുഹമ്മദ് നബിയെ മനുഷ്യരുടെ മനസ്സിൽ നിന്ന് തകർത്തെറിഞ്ഞു കഴിഞ്ഞാൽ, ആ റോൾ മോഡൽ മനുഷ്യ ഹൃദയങ്ങളിൽ നിന്ന് നീങ്ങിക്കഴിഞ്ഞാൽ, സകല തിന്മകളും, സകല അധാർമികതകളും, സകല മൂലനിരാസങ്ങളും ഈ സമൂഹത്തിലേക്ക് വലിച്ചടച്ചു കൊണ്ടുവരാൻ പ്രയാസമില്ല. അതുകൊണ്ടാണ് രാവിലെ മുതൽ രാത്രി വരെ യുക്തിവാദികളുടെ സൈറ്റുകളിൽ, യുക്തിവാദികളുടെ സോഷ്യൽ ഇടങ്ങളിൽ മുഹമ്മദ് നബി നിരന്തരമായ വിചാരണയ്ക്ക് വിധേയമാകുന്നത്. ഞാനൊരു അനുഭവം പറയട്ടെ. നിങ്ങൾക്ക് നമ്മുടെ ബുക്ക് ഫെയർ സന്ദർശിച്ചാൽ, ഇവിടെ നടക്കുന്ന ബുക്ക് ഫെയർ സന്ദർശിച്ചാൽ ഈ വിഷയകമായി യുക്തിവാദികൾ ചെയ്യുന്ന കാര്യങ്ങളും പ്രചരണങ്ങളും വളരെ കൃത്യമായി ബോധ്യപ്പെടുത്തുന്ന ഗ്രന്ഥരചനകൾ നിങ്ങൾക്ക് അവിടെ കാണാം. അവിടെ ഞാൻ എഴുതിയ ഒരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തെ പറ്റി പറയാനല്ല, ആ പുസ്തകം എഴുതുമ്പോൾ എൻ്റെ മനസ്സിലുണ്ടായ അത്ഭുതകരമായ പ്രയാസം, അങ്ങനെ പറയാം, അത്ഭുതകരമായ പ്രയാസം, അത് പങ്കുവെക്കാനാണ്. എന്താണെന്നറിയുമോ? ആ അധ്യായങ്ങളിൽ, നബിപാഠങ്ങളിൽ പെൺവിരുദ്ധതയില്ല എന്ന പേരിൽ ഞാനും എൻ്റെ സഹോദരൻ ഡോക്ടർ മിഷാൽ സലീമും ചേർന്ന് എഴുതിയ പുസ്തകത്തിൽ
അതിൽ ഞങ്ങളൊരു പ്രശ്നത്തെ അവിടെ ചർച്ച ചെയ്തു. ആ പ്രശ്നം എന്താണെന്നറിയുമോ? പ്രമുഖനായ ഒരു യുക്തിവാദി നേതാവ് അദ്ദേഹത്തിൻ്റെ സൈറ്റിലൂടെ അദ്ദേഹം പുറത്തുവിട്ട ഒരു ആരോപണമുണ്ട്. ആരോപണം എന്താണെന്നറിയുമോ? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ശവഭോഗം നടത്തിയ ആളാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മൃതദേഹത്തെ ഭോഗിച്ച വ്യക്തിയാണ്. തെളിവ് കൊടുക്കുന്നു. ഇന്ന ഹദീസ്, ഇതാ ഇന്ന ഇമാം, ഇന്ന ഗ്രന്ഥം എന്ന് തെളിവ് കൊടുക്കുന്നു. അങ്ങനെ ഒരു ഹദീസ് പരിശോധിച്ചപ്പോൾ, അങ്ങനെ ഒരു ഹദീസ് ഉണ്ടോ പരിശോധിച്ചപ്പോൾ, ഹദീസ് എന്താണെന്ന് നിങ്ങൾക്കറിയുമോ? ഹദീസ് ഒന്ന് ദുർബലമാണ്, ലഈഫാണ്, സ്വീകാര്യയോഗ്യമല്ല, കള്ള ഹദീസാണ്. പ്രവാചകന്റെ മേൽ കെട്ടിവെച്ച കള്ള ഹദീസാണ്. രണ്ടാമത്തേത്, ഹദീസിൽ പറഞ്ഞ കാര്യം, ടെക്സ്റ്റ് ഉണ്ടല്ലോ ഹദീസിന്റെ മത്തിൻ, ആ ടെക്സ്റ്റ് പരിശോധിച്ചപ്പോൾ സംഗതി ഇത്രയുള്ളോ. എത്രയാണ്? ഒരു സ്വഹാബി വനിത മരിക്കുന്നു, പ്രായമുള്ള സ്വഹാബി വനിത. അവരാണെങ്കിൽ പ്രവാചകന് ഏറ്റവും വേണ്ടപ്പെട്ടവരാണ്. അവരുടെ ഖബറടക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ഖബറിൽ കുഴിക്കുന്ന സമയത്ത് അതിൻ്റെ ഖബറിൻ്റെ ലഹദ് എന്ന് പറയുമല്ലോ, അതിൻ്റെ ഏറ്റവും അടിഭാഗത്തുള്ള ചെറിയ സ്ഥലമുണ്ടല്ലോ, അവിടെ നബി കിടന്നു. എന്നിട്ട് നബി ഇങ്ങനെ കൈ ഉയർത്തിട്ട് പ്രാർത്ഥിച്ചു, അല്ലാഹുവേ എൻ്റെ ഉമ്മക്ക് പുറത്തു കൊടുക്കണേ, അല്ലാഹുവേ എൻ്റെ ഉമ്മക്ക് സ്വർഗം കൊടുക്കണേ, അല്ലാഹുവേ എൻ്റെ ഉമ്മയുടെ പാപം പൊറുക്കണേ, അവരെ അമൽ സ്വീകരിക്കണേ എന്ന് ദുആ ചെയ്തതിന് ശേഷം ആ മയ്യത്തിനെ റസൂലുള്ള കിടന്ന സ്ഥലത്ത് ആ മയ്യത്തിനെ കിടത്തി. പ്രവാചകൻ എഴുന്നേറ്റിട്ട് ആ മയ്യത്തിനെ കിടത്തി. പ്രവാചകൻ കിടന്ന സ്ഥലത്തിൻ്റെ ബർക്കത്ത് തൻ്റെ മാതൃതുല്യയായ ആ സ്ത്രീക്ക് ലഭിക്കട്ടെ എന്ന് കരുതിയിട്ടാണ് റസൂലുള്ള അവിടെ കിടന്ന് പ്രാർത്ഥിച്ചത്. അത് തന്നെ ദുർബലമായ ഹദീസ്. ഈ ഹദീസിനെ എടുത്തുകൊണ്ട് വന്നിട്ടാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ശവഭോഗം നടത്തിയെന്ന പച്ചക്കള്ളം നാസ്തികർ ഈ സൊസൈറ്റിയിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറയുന്നത്, എന്തിനാണ് അവർ ഈ കളവ് പറയുന്നത്? എന്തിനാണ് അവർ ഈ തോന്നിവാസം പറയുന്നത്? എന്തിനാണ് അവർ നബിയെ പച്ചത്തെറി പറയുന്നത്? അവർ പറയുന്നത് മുഹമ്മദ് നബി എല്ലാവർക്കും പ്രശ്നം, മറിച്ച് ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന, അതാണ് അവരുടെ പ്രശ്നം. മുഹമ്മദ് നബിയിൽ എന്തുണ്ട്? സൊസൈറ്റിക്കുള്ള മാതൃകയുണ്ട്. ആ മാതൃക ലിബറലിസത്തിന്റെ തല അടിച്ചു തകർക്കുന്ന മാതൃകയാണ്. ആ മാതൃക ലിബറൽ അരാജക കാഴ്ചപ്പാടുകളെ സംഘട്ടനത്തിലേക്ക് വിളിക്കുന്ന ധാർമ്മികതയുടെ കാഴ്ചപ്പാടാണ്. അതാണ് അവരുടെ പ്രശ്നം. ആ പ്രശ്നം തീർക്കണമെങ്കിൽ റസൂലുള്ളയെ ചീത്ത വിളിക്കുക, റസൂലുള്ളയെ തെറി വിളിക്കുക, എന്തെല്ലാം നമ്മൾ കേൾക്കും. ഞാൻ പറയുന്നത്, നമ്മുടെ ഈ പ്രദേശത്ത് ഉള്ള ആളുകൾ ഇവിടെയുണ്ട്. നമ്മുടെ രാഷ്ട്രീയ യുവജന വിഭാഗം, വിദ്യാർത്ഥി വിഭാഗത്തിന്റെ വ്യത്യസ്ത പ്രസ്ഥാനങ്ങളുടെ നേതാക്കന്മാരുണ്ട്. അവർ കേൾക്കണം, അവർ അറിയണം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രചോദിപ്പിച്ചിട്ട് ഒരു ചിന്മ, ഒരു അരിവരി ചിന്മ ഞങ്ങളാരും ചെയ്തിട്ടില്ല, ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടില്ല. ഈ വർഷങ്ങളായി, ഈ പതിറ്റാണ്ടുകളായി പ്രായം ചെന്ന ഈ തലനരച്ച മുജാഹിദ് പ്രവർത്തകന്മാർ ഇവിടെയുണ്ട്, നേതാക്കന്മാരുണ്ട്. ഓരോ ദിവസവും നബിയെ പിന്തുടരാൻ ഇത്തിബാ എന്നാണ് അതിനെ പറയാ, ഇത്തിബാ എന്നാണ് പറയാ. നബിയെ പിന്തുടരാൻ പരിശ്രമിക്കുന്നവരാണവർ. ഞങ്ങളും അക്കൂട്ടത്തിലാണ്. അവരുടെ പിൻതലമുറക്കാരായിക്കൊണ്ട് ആലോചിക്കൂ. ഒരു ചിന്മ ഒരു മനുഷ്യൻ കേട്ടാൽ മുഖം ചുളിക്കുന്ന ഒരു ചെറിയ തിന്മ ഞങ്ങൾക്ക് മുഹമ്മദ് നബിയിൽ നിന്ന് പ്രചോദിപ്പിക്കപ്പെട്ടിട്ടില്ല. മറിച്ച് പ്രവാചകനെ പോലെ നന്മയുള്ളവരായി, സുശീലത്തിന്റെ ഉടമകളായി മാറാൻ പൂർണ്ണമായും ഞങ്ങൾക്കായിട്ടില്ല എന്ന ദുഃഖവും വിഷമവും മാത്രമാണ് ഞങ്ങളുടെ മനസ്സിലുള്ളത്. ചോദിക്കണം, അന്വേഷിക്കണം നിങ്ങൾ ഓരോരുത്തരും. കാരണം എന്താ? മുഹമ്മദ് നബി നിങ്ങളേടുകളിൽ വായിക്കുമ്പോൾ നാടുകളിൽ മുഹമ്മദ് നബിയുണ്ട്. ഞങ്ങളെപ്പോലെയുള്ള ആളുകൾ നാടുകളിൽ മുഹമ്മദ് നബി അനുധാവനം ചെയ്യുന്നവരാണ്. കുറവുകളുണ്ട്. ആ ജീവിതത്തിന്റെ 5% പോലും ഞങ്ങൾക്കാർക്കും നന്മയിൽ ഒപ്പിയെടുക്കാൻ സാധ്യമായിട്ടില്ല. 5% പോലും. നിങ്ങൾ പറയുമല്ലോ മുസ്ലിം സൊസൈറ്റിന്റെ നന്മ, മുസ്ലിം സൊസൈറ്റിന്റെ ഗുണങ്ങളെപ്പറ്റി ആ മുസ്ലിം സഹോദരങ്ങൾ പോലും പറയാറുണ്ടല്ലോ. എവിടെ നിന്നാ മുസ്ലിം സൊസൈറ്റിക്ക് മാത്രമായി ഒരു നന്മ വന്നത്? എവിടെ നിന്നാ മുസ്ലിം സൊസൈറ്റിക്ക് മാത്രമായി ഒരു ധാർമ്മിക ബോധം വന്നത്? ഈ അടുത്ത് യുക്തിവാദി നേതാവ് പരസ്യമായി പ്രസംഗിക്കുകയാണ്. എന്താ പ്രസംഗിക്കുന്നത്? വൃദ്ധരായ മാതാപിതാക്കളെ നോക്കാൻ സൊസൈറ്റി വെച്ച് കണക്കെടുക്കുകയാണെങ്കിൽ മുസ്ലിങ്ങളാണ് മുന്നിൽ. വൃദ്ധരായ മാതാപിതാക്കളെ നോക്കാൻ
സൊസൈറ്റിയുടെ കണക്ക് തിരിച്ചാൽ മുസ്ലിം സൊസൈറ്റിയാണ് മുന്നിൽ. ആത്മഹത്യയുടെ നിരക്ക് കുറഞ്ഞ സൊസൈറ്റിയെ നോക്കിയാൽ മുസ്ലിം സൊസൈറ്റിയാണ് മുന്നിൽ. ആളുകൾക്ക് ഉദാരമായി സംഭാവന ചെയ്യുന്ന, ആലോചിച്ച് നോക്കൂ, ഈ മലയാളത്തിന്റെ സൂപ്പർ സ്റ്റാറായ മോഹൻലാലിന്റെ ബൈറ്റ്സ് ഉണ്ടായിരുന്നു. മോഹൻലാലിന്റെ ബൈറ്റ്സിൽ എന്താ പറഞ്ഞത്? അദ്ദേഹം കണ്ട ഏറ്റവും ദാനധർമ്മം ചെയ്യുന്ന സമൂഹം എന്ന് പറയുന്നത് ആരാണ്? ആ ദാനധർമ്മം എന്ന് പറയുന്ന സമൂഹം മുസ്ലിമാണ് എന്ന് അദ്ദേഹത്തിന്റെ ബ്ലോഗിലും കാണാം. ഞാൻ പറഞ്ഞത് കേരളത്തിന്റെ സാമൂഹിക അന്തരീക്ഷത്തിൽ സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്ന ആളാണല്ലോ അദ്ദേഹം എഴുതിയത് അദ്ദേഹത്തിന്റെ ജീവിതാനുഭവങ്ങളിൽ ഏറ്റവും കൂടുതൽ പാവപ്പെട്ടവനെ സഹായിക്കുന്നവർ, ഇല്ലാത്തവന്റെ വേദന ഒപ്പിയെടുക്കാൻ തന്റെ ധനം ഉപയോഗിക്കുന്ന സൊസൈറ്റി ഏത് എന്ന് ചോദിച്ചാൽ മുസ്ലിം സൊസൈറ്റിയാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ചെയ്യാത്ത സൊസൈറ്റി ഞാൻ പറഞ്ഞിട്ടുണ്ട്, ആ പേര് ഞാൻ പറയുന്നില്ല. ചെയ്യാത്ത സൊസൈറ്റിനെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, അത് അദ്ദേഹത്തോട് ചോദിച്ചാൽ മതി. ചെയ്ത സൊസൈറ്റിയെ അദ്ദേഹം എഴുതിയത് മുസ്ലിം എന്നാണ്. എവിടെ നിന്ന് മുസ്ലിങ്ങൾ ഇങ്ങനെ കിട്ടി? എവിടെ നിന്നാണ് മുസ്ലിമീങ്ങൾക്ക് ഈ നന്മ വന്നത്? അവർക്ക് മാത്രമായി എങ്ങനെയാണ് ഈ സവിശേഷത വന്നത്? അത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ നന്മയെ 1% ഞങ്ങൾ പിൻപറ്റാൻ പരിശ്രമിച്ചതാണ്. 1% ഈ സൊസൈറ്റി പിൻപറ്റാൻ പരിശ്രമിച്ചതാണ് ഈ നന്മയുടെ കാരണമെന്ന് ഇവിടെയുള്ള നോൺ മുസ്ലിമുകളായിട്ടുള്ള ആളുകൾ അറിയണം. ഈ യുക്തിവാദികൾ, ഈ നവലിബറൽ അരാജകവാദികൾ, ഈ ലൈംഗിക പേക്കൂത്തുകളിലേക്ക് ആളുകളെ മാടി വിളിക്കുന്ന ഈ അരാജകവാദികൾ രാജ്യത്ത് സൃഷ്ടിച്ചു കൊണ്ടിരിക്കുന്ന ധാർമ്മിക വിരുദ്ധമായ പ്രവർത്തനം, അതിനെ അഡ്രസ് ചെയ്യും ഇസ്ലാഹി യുവത. അതുകൊണ്ട് ഈ 3 വിഷയം ഞാൻ പറഞ്ഞു. 2 വിഷയങ്ങളിൽ ഞാൻ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾ ഓരോരുത്തരും ഇത് ചർച്ച ചെയ്ത് മുന്നോട്ട് വരണം. ഈ രൂപത്തിൽ സമൂഹത്തെ പരിവർത്തന വിധേയമാക്കാൻ നമുക്ക് സാധിക്കുന്ന രൂപത്തിൽ അതിൻ്റെ പ്രവർത്തനങ്ങളിൽ വ്യത്യസ്തരായിട്ടുള്ള യുവജന വിദ്യാർത്ഥി വിഭാഗങ്ങൾ മുന്നോട്ട് വരണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് മോഡറേറ്റർ എന്ന നിലയ്ക്ക് ഇതിൻ്റെ ചർച്ചയിലേക്ക് ഇവിടെ പങ്കെടുക്കുന്ന എല്ലാ യുവജന വിദ്യാർത്ഥി നേതാക്കന്മാരെയും ആർദ്രവമായി സ്വാഗതം ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.